നമസ്കാരം. കേരളത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ അത്രയും കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒരുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണം വരെ മുഖ്യമന്ത്രി വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള ആരോപണങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ലോകായുക്തയിൽ ദീർഘനാൾ കേസ് നടത്തേണ്ടതായി വന്നു. കേസിനൊടുവിൽ ലോകായുക്തയുടെ വിചിത്രമായ ഒരു വിധിയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ളൊരു വിധിയായിരുന്നു ലോകായുക്തയിൽ നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെതിരെ ശശികുമാർ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നു. ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നില്ല. എന്നാൽ വിധി വൈപരീത്യാൽ കേരളത്തിന് വന്നു ഭവിക്കുന്ന ദുരന്തങ്ങളൊക്കെയും പിണറായി വിജയൻ തൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, തൻ്റെ സർക്കാരിൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു കണക്ക് സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അത്യാവശ്യമായി ദുരിതാശ്വാസ സഹായമായി കിട്ടേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ചിലവുകളാണ് സംസ്ഥാന സർക്കാരിന് ദുരന്ത നിവാരണ മുഖത്ത് ചിലവഴിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നു. കൃത്യമായ കണക്കുകൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെയും വിശദ വിവരങ്ങൾ ഇവിടെ എടുത്തു പറയുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. വയനാട്ടിൽ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് മരിച്ചിരിക്കുന്നത് 350 പേരാണ്. ഈ 350 പേരുടെയും മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു മൃതദേഹത്തിന് 75,000 രൂപ ചിലവായി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 350 മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 2 കോടിയിൽ പരം, 2.5 കോടി രൂപയുടെ അടുത്ത് ചിലവായി എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? മനുഷ്യരെല്ലാവരും ഇവിടെ പൊട്ടന്മാരാണോ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ മരണപ്പെടുന്ന അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെടുന്ന ഒരാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് അത് ചന്ദനത്തടിയിൽ പോലും ദഹിപ്പിച്ചാൽ പോലും, അത്തരത്തിൽ ഒരു സംസ്കാരക്രിയ നടത്തിയാൽ പോലും 75,000 രൂപ ഒരു മൃതദേഹത്തിന് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വരുന്നില്ല എന്നാണ് ആ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്താണ് ഇത്തരത്തിൽ സർക്കാർ മരണങ്ങളെയും ദുരന്തങ്ങളെയും വിറ്റ് ഖജനാവ് നിറയ്ക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം കീശ വീർപ്പിക്കുവാനോ ശ്രമിക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ എടുത്തു ചോദിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയ തുകകൾ മിക്കവാറും പലർക്കുമായി മുഖ്യമന്ത്രി വകമാറ്റി ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ഡ്രൈവർ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക വകമാറ്റി ചിലവഴിച്ചു. ഇതുപോലെ തന്നെയാണ് മുൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചു കൊണ്ട് കൊടുത്തത്. ഇത്തരം പല കാര്യങ്ങൾക്കും എതിരെ തന്നെയായിരുന്നു തിരുവനന്തപുരത്തുള്ള ശശികുമാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോകായുക്തയ്ക്ക് മുൻപിൽ കേസ് കൊടുത്തത്. എന്നാൽ 2 വർഷത്തിന് ശേഷം ലോകായുക്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിക്കുവാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഒരു വിചിത്രമായ വിധി പുറത്തുവിട്ടത്. എന്തായാലും അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ ഒരു തരത്തിലും ഒരു നിയമത്തിനും തൊടാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസ കാലത്ത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പണം അത്രയും ആ മേഖലയിൽ ദുരിതമനുഭവിച്ചവർക്ക് വേണ്ടി ചിലവഴിച്ചില്ല എന്നുള്ള പരാതി കൂടി ബാക്കി കേൾക്കുന്നു. മാത്രമല്ല, ഓരോ കളക്ടറേറ്റും കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വന്നതിൽ നിന്നും CPMന്റെ പല മേഖലാ ഉദ്യോഗസ്ഥന്മാരും കളക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന് അത്തരം ഫണ്ടുകളെല്ലാം വകമാറ്റി ചിലവഴിച്ചു, അല്ലെങ്കിൽ ഓരോരുത്തരെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നുള്ള ആരോപണങ്ങളും കേരളത്തിൽ ഇപ്പോഴിതാ വയനാട് ദുരന്തമുണ്ടായപ്പോഴും മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അതായത് ഇവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം നിരവധി കോടികളാണ് ഇത്തരം ദുരന്തമുഖത്ത് ചിലവഴിച്ചതായി പറയപ്പെടുന്നത്. 10 കോടി രൂപയാണ് വയനാട്ടിൽ ദുരന്തമുഖത്ത് ഭക്ഷണം കൊടുത്തതിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച ജനറേറ്ററുകൾക്ക് 2 കോടി മുതൽ 4 കോടി വരെ ചെലവഴിച്ചിരിക്കുന്നു. മലിന ജലം ഒഴുക്കിവിടുന്നതിന് വേണ്ടി, വെള്ളക്കെട്ട് ശുചീകരിക്കുന്നതിന് വേണ്ടി 4 കോടിയിൽ പരം രൂപ ചെലവാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കണക്കുകൾ ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല, അത് വസ്തുതാപരമല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നവർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുന്നത്. ഇവിടെയാണ് പ്രതിപക്ഷ കക്ഷികൾ ആദ്യമേ ഉന്നയിച്ചത് ദുരന്തങ്ങളെല്ലാം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുന്നത്. കേന്ദ്രസേന നിർമ്മിച്ച ബെയ്ലി പാലത്തിനും
1 കോടി രൂപയാണ് ചിലവ് ഇനത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഇത്തരം കണക്കുകൾ പുറത്തു വന്നതോടുകൂടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടുകൂടി സർക്കാർ ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഈ തുക അത്രയും ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ചിലവഴിച്ചതല്ല, ഇനിയും ചിലവഴിക്കാനുള്ള തുകകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്ര തുക ഇന്ന കാര്യങ്ങൾക്കാകും എന്നുള്ള ഒരു കരട് റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സർക്കാർ തടി തപ്പാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷങ്ങൾ. അതെന്ത് തന്നെയായാലും വയനാട് ദുരന്തമുഖത്ത് അപകടത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പലരുടെയും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ലഭ്യമായത്. ചിലരുടെ കൈകളാണെങ്കിൽ മറ്റു ചിലരുടെ കഴുത്ത്, മറ്റു ചിലരുടെ കാലുകൾ, ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകരും ദൗത്യസേനയും കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ ദഹിപ്പിക്കുന്നതിനോ സംസ്കരിക്കുന്നതിനോ വേണ്ടി ഒരു മൃതദേഹത്തിന് 75,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മൃതദേഹത്തിൻ്റെ കൈ മാത്രമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ കൈ ദഹിപ്പിക്കുന്നതിന് 75,000 രൂപ എന്നാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്നുള്ളതൊന്ന് വ്യക്തമാക്കുവാൻ അദ്ദേഹം തയ്യാറാകണം എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് എല്ലാവരും ഘോര മുഖ്യമന്ത്രിക്കെതിരെ ചോദിക്കുന്നത്. മരണം പോലും, ദുരന്തം പോലും വിറ്റ് കാശാക്കുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ പരം മറ്റെന്ത് നാണക്കേടാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരു തരത്തിലും മര്യാദപൂർവമായ പ്രവർത്തനമല്ല, ന്യായയുക്തമായ പെരുമാറ്റമല്ല. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെയോ ഭാഗത്തു നിന്നും ഇത്രത്തോളം സംസ്കാരശൂന്യമായ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല, മനുഷ്യത്വരഹിതമായ പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. ദുരന്തങ്ങൾ വിറ്റ് പോലും കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമായി പിണറായി വിജയന്റെ സർക്കാർ അറിയപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും പരിഹാസദ്യോതകമായി പറയുന്നത്. അതെന്ത് തന്നെയായാലും, ആര് പരിഹസിച്ചാലും ഇല്ലെങ്കിലും, ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ ചിലവെഴുതി തള്ളിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാംസ്കാരിക ശൂന്യത തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യത്വ രഹിതമായ പ്രവൃത്തി തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്ന് തന്നെയാണ് പൊതുജനങ്ങളും പറയുന്നത്. ഇനി എന്തൊക്കെ കണക്കുകളാണ് ദുരന്തത്തിന്റെ പേരിൽ പുറത്തു വരാനിരിക്കുന്നത്, എന്തൊക്കെ ചെലവുകൾ എഴുതിയാണ് സർക്കാർ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാനിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും ഉയർത്തുന്ന ചോദ്യം. എന്തായാലും എന്താണ് ഈ കാര്യത്തിൽ ഇനിയും കൂടുതലായി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.